അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഐസ്ക്രീം ഇതിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ ബിസിന് മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കയ്യിൽ നിന്നുള്ളത് പൊട്ടുകുറ്റിയാണ്. 2 തരം പൊട്ടുകുറ്റിയുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇറക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഐസ്ക്രീം ആയിരുന്നു. ഈ ഒരു വലിയ പൊട്ടുകുറ്റി വെച്ചിട്ട് പുട്ട് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റംസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു, ഈ ഒരു വലിയ പൊട്ടുകുറ്റി നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ കൊള്ളുന്നില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, വലിയ ഫ്രീസർ വേണമെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു പുട്ടുകുറ്റിയാണ് ഇതേപോലെ ചിരട്ട പുട്ടുകുറ്റി കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരട്ട പുട്ടുകുറ്റി വെച്ചിട്ട് നമുക്കൊരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അപ്പം എന്താ അതിനുള്ളൊരു പരിഹാരം, അതുപോലെ തന്നെ ചിരട്ട പുട്ട് ഐസ്ക്രീം വൈറലാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത് ഈ ഒരു കുറ്റി വെച്ചിട്ടാണ്, സാധാരണ നീളമുള്ള ഈ ഒരു കുറ്റി ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിൽ സാധാരണ റെഫ്രിജറേറ്ററാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. ഇതേപോലെ ഫ്രീസർ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേരെ കുത്തനെ വെക്കാൻ കഴിയില്ല, പിന്നെ കമഴ്ത്തി വെക്കാനേ കഴിയുള്ളൂ, അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്, നമ്മൾ ഇതിന് പകരം ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റി ഉപയോഗിക്കാറുണ്ട്. ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇതേപോലെയുള്ള പാത്രം വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ നമുക്ക് ചിരട്ടപ്പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ ഒരു ഹോള് ആദ്യം തന്നെ ഇതേപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഐസ്ക്രീം ഒഴിക്കുമ്പോൾ ലീക്കായി പോകുന്നതാണ്. എന്നാലും ഇത് നമുക്കൊരു 20 മിനിറ്റ് ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ബദാം, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മാംഗോ ഫ്രൂട്ട്, എല്ലാത്തിൻ്റെയും ഡ്രൈ ഫ്രൂട്ടാണുള്ളത്. ഇത് നമുക്ക് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ 3 കളർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എസൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ കളറും കിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കിട്ടും. സ്ട്രോബെറി, പിസ്ത, മാംഗോ, ഇത് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് ബൂസ്റ്റാണ്. 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ഐസ്ക്രീമാണ്. ഒരു 500 ഗ്രാം എടുത്തു. ഇനി നമുക്ക് കോൺഫ്ലേക്ക് പൊട്ടിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 20 മിനിറ്റ് ഈ ഒരു പാത്രം ഫ്രീസറിൽ വെച്ചിരുന്നു. അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഐസ്ക്രീം എടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മളിതാ ഇതേപോലെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. വാനില ഐസ്ക്രീം എടുത്തതിന് ശേഷം നമ്മൾ സ്ട്രോബെറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കളറുകൾ ഏതെങ്കിലും ചേർത്ത് കൊടുക്കണം. കളർ മാറ്റിയെടുക്കുകയാണ്, 3-4 ലെയറുകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഐസ്ക്രീം എടുത്തു. അതിനുശേഷം അതിലേക്ക് സ്ട്രോബെറി നമ്മളിതിലേക്ക് 2-3 തുള്ളി ഒറ്റിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ആ സ്ട്രോബെറി ഐസ്ക്രീമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഐസ്ക്രീം വാങ്ങിക്കാവുന്ന കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഡെക്കറേഷൻ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം സ്ട്രോബെറി ഐസ്ക്രീം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കോൺഫ്ലേക്സ് എടുത്തു, അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വൈറ്റ് കളറാണ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഒന്നും മിക്സ് ചെയ്യാത്ത സാധാരണ വാനില ഐസ്ക്രീം അതിലേക്ക് ചേർത്ത് കൊടുത്തു. ശേഷം വീണ്ടും നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും കോൺഫ്ലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ അടുത്തതായിട്ട് വാനില ഐസ്ക്രീം എടുത്തതിന് ശേഷം പിസ്ത ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് പിസ്ത കളർ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത് കൊടുത്ത പിസ്ത നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് മാംഗോ ഫ്ലേവർ ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം ഇട്ടു. അതിനുശേഷം മാംഗോ ഫ്ലേവർ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ 3-4 ലെയറുകൾ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെയറുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മാംഗോ ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച പിസ്തയുടെ ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ ഫ്ലാറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കോൺഫ്ലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അടച്ചു വെച്ചു. മാംഗോയുടെ ഐസ്ക്രീം ഇതിൽ ആഡ് ചെയ്യാൻ സ്ഥലമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചു. പിന്നെ രണ്ടാമതായിട്ടൊരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ആദ്യം തന്നെ നമ്മൾ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം മാംഗോ ഫ്ലേവറുള്ള ഐസ്ക്രീം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് ഇടുമ്പോൾ തന്നെ മുകളിലുള്ളത് അടിയിലേക്ക് മിക്സ് ആകാതെ അവിടെ ഇങ്ങനെ നിന്നോളൂ, അതുകൊണ്ടാണ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തത്. ആ ലെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു. വീണ്ടും കോൺഫ്ലേക്ക് ഇട്ട് കൊടുത്തു. കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രീൻ പിസ്ത ഐസ്ക്രീം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പതുക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പതുക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബൂസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു ലെയറാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ബൂസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ടും അതുപോലെ തന്നെ കോൺഫ്ലേക്സും ആണ്. വീണ്ടും നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ്. അത് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുത്തു.
നന്നായിട്ട് എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ തന്നെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു, കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മളിത് ഐസ്ക്രീം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. വാനില ഐസ്ക്രീം അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഏറ്റവും ടോപ്പിലായിട്ട് വാനില ഐസ്ക്രീം ഇതേപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അടപ്പ് വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. 3 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആ ഫ്രീസറിൽ ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞു. ഇനി അതെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് കോൺഫ്ലേക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എല്ലാം എടുത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ടും കുറച്ച് ഇവിടെയൊക്കെ വിതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 ഐസ്ക്രീമും ഇതേപോലെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. 3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഐസ്ക്രീം ഇതിലേക്ക് കമഴ്ത്തി കൊടുക്കാം. കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കതിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഓക്കേ, അപ്പോൾ ഇതേപോലെ കമഴ്ത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് പതുക്കെ എടുക്കട്ടോ. പതുക്കെ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ പറ്റും. ഓക്കേ ഗൈസ്, അങ്ങനെ പുട്ട് ഐസ്ക്രീം, ചിരട്ട പുട്ട് ഐസ്ക്രീം ഈ ഒരു രൂപത്തിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ ചിരട്ട പുട്ട് ഐസ്ക്രീം റെഡിയായി. മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കട്ടോ. ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പുട്ടുകുറ്റിയിൽ നിന്നും ചെറിയൊരു ചിരട്ടപ്പുട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റി തന്നെ വേണം എന്നില്ല കേട്ടോ. സാധാരണ പാത്രങ്ങളൊക്കെ ആയാലും മതി. ഇതേപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള പാത്രം കിട്ടിയാലും നിങ്ങൾക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് അലിഞ്ഞു പോയി. കാരണം ഇതിൻ്റെ ഈ ഫോട്ടോ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ ആകുമ്പോൾ തന്നെ കുറച്ചൊരു 10-15 മിനിറ്റ് സമയമാകുന്നതുകൊണ്ടാണ് ഇത് അലിഞ്ഞ് ഇങ്ങനെ പോയതാട്ടോ. അപ്പം ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആവും, ഒരു പ്രശ്നമില്ല. അപ്പോൾ 100% പെർഫെക്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള പാത്രം എടുത്തിട്ട് ചിരട്ടപ്പുട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കാരണം കോൺഫ്ലേക്കും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അത് കിടിലൻ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് കൊടുക്കണം. ബൈ.